നമസ്കാരം. എഥനോൾ പെട്രോളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മെക്കാനിക്ക് മീഡിയ വൺ ചാനലിന് കൊടുത്തൊരു പ്രതികരണം കേൾക്കാനിടയായി. നാടത് കേട്ടിരിക്കേണ്ട ഒരു പ്രതികരണമാണ്. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഈ നാട്ടിൽ അവനവന്റെ കഷ്ടപ്പാടിന്റെ ഒരു വിഹിതമെടുത്ത് അവനവന് സഞ്ചരിക്കാൻ വേണ്ടി ഒരു വാഹനം വാങ്ങിയ മനുഷ്യന് ഒരു തരത്തിലും മുന്നൊരുക്കമോ പഠനമോ നടത്താതെ E20 എന്നൊരു പെട്രോൾ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. നിർബന്ധപൂർവം ഇനി ഇത് ഈ നാട്ടിൽ വാങ്ങിക്കൊള്ളണം, നടപ്പാക്കണമെന്ന രീതിയിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് പോലും ഒരു പരിഗണനയും കൊടുക്കാതെ അവന്റെ കഷ്ടപ്പാടിന്റെ വിഹിതമായിട്ടുള്ള ഒരു വാഹനത്തെ, അതിന് വലിയ തകരാറുണ്ടാകാൻ പോകുന്ന, അതിന്റെ പ്രവർത്തനത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന പെട്രോൾ ഈ നാട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് അത് വേണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ആരായാൻ പോലും തയ്യാറാകാതെ, വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ എഥനോൾ പെട്രോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്തരം പെട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണോ നിലവിലുള്ളത്, ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഈ നാട്ടിൽ ഞങ്ങൾ ചക്രവർത്തിമാർ ചില കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കും, നടപ്പാക്കും, അത് പ്രജകൾക്ക് എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ നീയൊക്കെ അനുഭവിക്കുക എന്നുള്ള ആ മനോഭാവം എങ്ങനെയാണ് നാട്ടുകാരെ ബാധിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ആ മെക്കാനിക്ക് പറഞ്ഞ വാചകങ്ങൾ നാട് കേട്ടതിന് ശേഷം നിങ്ങൾ ചിന്തിക്കൂ, നമ്മളെ അറിഞ്ഞുകൊണ്ട് കുഴിച്ചാടിക്കുന്ന ഈ ഒരു തീരുമാനം വേണമോ വേണ്ടയോ എന്ന്. 32 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയെല്ലാം അലർജി വന്നിട്ട് ചൊറിയാൻ തുടങ്ങി ഭയങ്കരമായിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കാർബറേറ്റർ എങ്ങനെയായാലും അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ പെട്രോൾ വീണ് ഒരു 3-4 മിനിറ്റിനുള്ളിൽ, ഒരു 10 സെക്കൻഡിനുള്ളിൽ കളഞ്ഞില്ലെങ്കിൽ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൊറിയാൻ തുടങ്ങും. അങ്ങനെ കൈയുടെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ബബിൾസ് പോലെ വരുന്നുണ്ട്. അതിന് മെഡിസിൻ ചെയ്തു, പക്ഷേ ഗ്ലൗസ് ഇട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണത്. അതുകൊണ്ട് ഈ E20 പെട്രോളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ശരീരത്തിന് പോലും നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വിഷമം തോന്നുന്നത് ഇപ്പം ഞങ്ങളുടെ ഈ മെക്കാനിക്കൽ മേഖലയിൽ ആർക്കും തന്നെ ഒരു തൃപ്തിയോടുകൂടെ ഒരു വണ്ടി പണിത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിന്റെ മുഖ്യ കാരണം ഇത് തന്നെയാണ്. വണ്ടി പണി വരുന്നുണ്ടോ? ഒത്തിരി വർക്കുണ്ട്. എനിക്കറിയാവുന്ന ഒരു സങ്കടം വന്ന ഒരു സംഭവം, ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ വണ്ടി ഫുള്ള് വർക്ക് ചെയ്ത് ഡെലിവറി ചെയ്തിട്ട് പോകുന്ന അദ്ദേഹത്തിന് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കോഴിക്കോട് പിന്നെ കോടതിയിലേക്ക് പോകേണ്ടതായിരുന്നു. ആലുവയിൽ വെച്ച് വണ്ടി നിന്നുപോയി. ആ സമയത്ത് സംഭവിച്ചത്, അവിടെ വെച്ചൊരു ഗ്യാരേജിൽ കയറ്റി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അടിച്ച പെട്രോളിൽ പകുതിയോളം വെള്ളമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ പോലും ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ജെന്യുവനായിട്ട് പറയണേ, ആരുടെ മുൻപിൽ വേണേലും പറയാം. വളരെ സങ്കടമുണ്ട്. ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഇതിനൊരു സ്ഥായിയായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് തിരിച്ച് ആരാണോ ഭരിക്കുന്നത് അവർക്കുണ്ടാവും. ഇത് അടിച്ചേൽപ്പിച്ച പോലെ ഒരു തീരുമാനം. തീർച്ചയായിട്ടും ഇതൊരിക്കലും ഗുണത്തെക്കാളേറെ ദോഷമാണ്. രാജ്യ നന്മയ്ക്കെന്ന് കരുതിയാണ് എല്ലാവരും ക്ഷമിച്ചത്. പക്ഷെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ദ്രോഹമാവുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് രാജ്യനന്മയായിട്ട് മാറുന്നത്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഒരു പുനർവിചിന്തനം ഗവൺമെന്റ് നടത്തണം എന്നാണ് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു. 20% എത്തനോൾ ചേർത്തുകൊണ്ട് ഈ നാട്ടിലെ ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗപ്പെടുത്തി, അതായത് ദരിദ്രനാരായണന്മാർ അനവധിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവർക്ക് 3 നേരത്തെ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് മൈസും ഷുഗർ കെയിൻ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പെട്രോൾ എഥനോൾ ചേർത്ത് നമ്മൾ നിർമ്മിച്ച് വിൽക്കുന്നു എന്ന് പറയുന്നത്. അതിന്റെ ഹോൾസെയിൽ ഡീലറായി മാറിയത് ഒരു മന്ത്രിയുടെ മകനായിട്ടുള്ളതാണ്, നിതിൻ ഗഡ്കരി എന്ന മന്ത്രിയുടെ മകൻ. അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പേരിൽ പൊടുന്നനെ ഏപ്രിൽ മുതൽ ഇങ്ങനെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ എഥനോൾ പെട്രോളിന് സാധാ പെട്രോളിനേക്കാളും വിലക്കുറവില്ല, അതേ വില തന്നെ. എഥനോൾ പെട്രോളും സാധാ പെട്രോളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ മൈലേജ് കൂടുതൽ അത് പഴയ പെട്രോളിനാണ്. ഇതിന് ഏകദേശം 1-2 കിലോമീറ്ററോളം കുറവാണ്. അതും പോരാഞ്ഞിട്ട് പെട്രോളിൽ എഥനോൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നനവ് നിലനിൽക്കുന്നു എന്നാണ്. കാര്യം ഈ എഞ്ചിനകത്തായിക്കോട്ടെ ടാങ്കിനകത്തായിക്കോട്ടെ, സാധാരണഗതിയിൽ ഈ പെട്രോളിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് നീരാവിയായി മാറും. പക്ഷേ എഥനോളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പെട്രോൾ എന്നുള്ള സാധനം ആവിയായി പോയാലും അതിലെ വെള്ളം അവിടെ അവശേഷിക്കുമെന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യർ ഇന്നലകളിൽ എഥനോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം അല്ലെങ്കിൽ എഞ്ചിനല്ല വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിയാലിറ്റി മറന്നുകൊണ്ട് ഈ നാട്ടിൽ ഒരു പഠനവുമില്ലാതെ ഒരു സുപ്രഭാതം മുതൽ
എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ അങ്ങ് വിൽക്കാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് മുഴുവൻ ഒരു നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ഇവർക്ക് ആരോടാണ് താല്പര്യം? ഈ നാട്ടിലെ ജനങ്ങളോടാണോ കുടുംബത്തിലെ മക്കളോടാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാട് ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ്. അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം ആശങ്ക ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ മൈലേജ് പ്രശ്നമായിട്ടുണ്ട്, പലർക്ക് എഞ്ചിൻ തകരാറായിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വ്യാപകമായി ഉയർന്നു വരുമ്പോൾ അതിനെയെല്ലാം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ളത് ജനങ്ങളെല്ലാം അടിമകളാണെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെന്ന് അനുഭവസ്ഥരായിട്ടുള്ള വ്യക്തികൾ പറയുമ്പോൾ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ഇവർക്ക് എന്തിനോടാണ് താല്പര്യമെന്ന് നാട് ചിന്തിക്കേണ്ടതാണ്.